കർത്താവിൽ ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പ്രശ്നം, അത് സംബന്ധിച്ച് ചില വാക്കുകൾ ഓർപ്പിക്കുവാനാണ് ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലെ വർത്തമാന പത്രങ്ങൾ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ ഇവയിലൂടെയൊക്കെ നാം വളരെയധികം വായിക്കുകയും കേൾക്കുകയും നമ്മെ ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക വിപത്താണ് യുവ തലമുറയുടെ ഇടയിലുള്ള മയക്കുമരുന്നിന്റെയും അനുബന്ധ സാധനങ്ങളുടെയും ഉപഭോഗം. സ്കൂളുകളും കോളേജ് തലങ്ങളും കേന്ദ്രീകരിച്ച് കഞ്ചാവ്, MDMA, മരിജുവാന, സിഗരറ്റ്, ബീഡി ഇത്യാദി സാധനങ്ങൾ കച്ചവടം ചെയ്യുകയും യുവ തലമുറയെ മനഃപൂർവ്വമായി വഴിതെറ്റുകയും ചെയ്യുന്ന മാഫിയ സംഘത്തെ സംബന്ധിച്ചും മയക്ക് മരുന്നിന് അടിമപ്പെട്ടിട്ട് വളരെ ഗുരുതരമായ മാനസിക വിഭ്രാന്തി അവസ്ഥയിലേക്ക് പോവുകയും മാതാപിതാക്കളോട് പരുഷമായി ഏർപ്പെടുകയും സാമൂഹിക തിന്മയിലെ ഏറ്റവും അതിഭയാനകമായ തിന്മകളിലേക്ക് വലിച്ച് ഇഴയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു യുവ തലമുറയെ സംബന്ധിച്ച് സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഈ നാട് വളരെ ഭയാശങ്കയിലാണ്. അത് ഹൈസ്കൂൾ തലം തുടങ്ങി +2 വരെയുള്ള വിദ്യാർത്ഥിനികളുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള MDMA പോലെയുള്ള വസ്തുക്കളുടെ ഉപഭോഗത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പും പോലീസ് ഡിപ്പാർട്ട്മെന്റും വളരെ കലുഷിതമായ നിലയിൽ സമഗ്രമായ നിലയിലുള്ള അന്വേഷണങ്ങളും സ്കൂള് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഷോപ്പുകളിൽ ഇങ്ങനെയുള്ള മാരകരമായ വസ്തുക്കൾ കച്ചവടച്ചരക്കാക്കി വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നറിയുവാനും വളരെ ശക്തമായ നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ജനങ്ങളും ഒറ്റക്കെട്ടായി പോലീസിനോടും ഈ വിഷയത്തിൽ സഹകരിച്ച് അത്യാവശ്യമായ ഇൻഫോർമേഷൻ അറിയാവുന്ന ആളുകൾ അത് പാസ് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ബോധവൽക്കരണം സോഷ്യൽ മീഡിയ വഴി ഒക്കെയായി നൽകിയിട്ടുണ്ട്. വളരെ പരിതാപകരമാണ് നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്റെ മനസ്സിനെ മതിക്കുന്ന വലിയ ഒരു പ്രശ്നമുണ്ട്. വളരെ ബാല്യകാലത്ത് ഞങ്ങളുടെയൊക്കെ ജനിച്ചു വളർന്ന പഠിച്ച വിദ്യാലയങ്ങളിൽ ആ കാലത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ബീഡി വലിക്കുക എന്ന് പറയുന്ന പ്രവണത പോലും വളരെ കേട്ടുകേഴ്വി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ 2 ആളുകൾ, ഒരാള് ചുരുട്ട് വലിക്കുകയും വേറൊരാള് കാജാ ബീഡി വലിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. കാജാ ബീഡി വലിച്ചിരുന്നയാള് ഒരു വിശ്വാസ കുടുംബത്തിൽപ്പെട്ട ഒരു സഭയുടെ അംഗമായിരുന്നു എന്നുള്ളത് എന്നെ ആ കാലങ്ങളിൽ വളരെ അതിശയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചുരുട്ട് വലിച്ചിരുന്ന ആള് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു. വളരെ സമർത്ഥനായ ഒരു മാത്തമാറ്റിക്സിന്റെ അധ്യാപകൻ. മറ്റേ ആള് ഒരു ഡ്രിൽ മാസ്റ്ററുമായിരുന്നു. അതല്ലാതെ എന്നെ പഠിപ്പിച്ച അധ്യാപകരില്, എനിക്കറിയാവുന്ന അധ്യാപകരിൽ ആരെങ്കിലും ആ നാളുകളിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നോ എന്ന് എനിക്ക് നിശ്ചയമില്ല. വിദ്യാർത്ഥികളിലെ ബീഡി വലിക്കുകയോ മറ്റേതെങ്കിലും നിലയിലുള്ള പ്രശ്നങ്ങളിലോ ഒരൊറ്റ വിദ്യാർത്ഥിയെ പോലും എന്റെ ഓർമ്മയിൽ ആ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് കാലം വഴുതി മാറി വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഡ്രഗ് അഡിക്ഷന്റെ പിറകിലുള്ളതായിട്ടാണ് പഠനങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവൻ രാമേന്ദ്രൻ സാറ് ഒരു മോട്ടിവേഷണൽ സ്പീച്ചിൽ
വിദ്യാർത്ഥികളോട് അഭിസംബോധന ചെയ്യുമ്പോൾ MDMA-യും മയക്കുമരുന്നും പോലുള്ള മാരക വസ്തുക്കൾ ഈ യുവതലമുറയ്ക്ക് വരുത്തിവെക്കുന്ന മഹാവിപത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ ഓപ്പണായിട്ട് ചെയ്ത ഒരു സ്പീച്ച് നാം എല്ലാവരും കണ്ടു. എനിക്ക് ബഹുമാന്യ ജസ്റ്റിസിനോട് ഏറെ ബഹുമാനം തോന്നി ആ സ്പീച്ച് കേട്ടതായ സമയത്ത്. അദ്ദേഹം പറയുന്നു, പഞ്ചസാര തരി പോലെയോ ഉപ്പിന്റെ തരി പോലെയോ വെളുത്ത നിറത്തിലുള്ള ഈ MDMA എന്ന് പറയുന്ന വസ്തു, അതിന്റെ ഒരു തരി നാക്കിന്റെ അടിയിലേക്ക് വെച്ചാൽ, അതുപോലെ തന്നെ ഇഞ്ചക്ട് ചെയ്ത് ശരീരത്തിൽ കയറ്റുന്ന മയക്കുമരുന്ന് ഒരൽപ്പം ശരീരത്തിൽ അത് കയറ്റിയാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ 24 അവേഴ്സിനുള്ളിൽ ഈ ഡ്രഗ് എടുത്തയാള് ഡ്രഗിന്റെ അഡിക്റ്റായി മാറും, ഓട്ടോമാറ്റിക്കായിട്ട് അഡിക്റ്റായി മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണിക്കൂർ, എടുത്ത 7 മണിക്കൂർ കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ, അതായത് ഈ മനസ്സിന്റെ നിലയും ബ്രെയിനിന്റെ പ്രവർത്തനവും വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് പോകും. 24 മണിക്കൂർ കഴിയുമ്പോൾ ഇതിന്റെ അടുത്ത ഡോസ് എടുക്കാനുള്ള ഒരു വിഭ്രാന്തി ഇതെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും. ആ വിഭ്രാന്തിയോടുകൂടി ഈ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഈ മയക്കുമരുന്നിന്, ഡ്രഗിന് അടിമയായി തീർന്നു കഴിഞ്ഞു. പിന്നീടുള്ള നാളുകളിൽ ഈ ഡ്രഗ് കഴിക്കാതെ ഒരു നിലയിലും അവർക്ക് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വാസ്തവത്തില് ഗുരുതരമായിരിക്കുന്ന സാമൂഹ്യ വിപത്ത് വരുത്തിവെക്കുന്ന ഡ്രഗിന്റെ ഉപഭോഗം യുവതലമുറയെ വല്ലാത്ത അപകടത്തിൽ എത്തിക്കുമെന്നാണ് ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ മോട്ടിവേഷണൽ സ്പീച്ചിൽ അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, അദ്ദേഹം കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഈ MDMA പോലെയുള്ള ഡ്രഗുകൾ ശരീരത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ കുഞ്ഞുങ്ങളുടെ മാനസിക അവസ്ഥയെ നിയന്ത്രിക്കുന്നത് അവരല്ല, ഈ ഡ്രഗാണ്. ഡ്രഗ് ടേക്സ് ഹോൾഡ് ഓഫ് ദ ടോട്ടൽ ബിഹേവിയറിസം ഓഫ് ദി പേഴ്സൺ ഹു കൺസ്യൂം ഇറ്റ്. അത് ഉപയോഗിക്കുന്ന ആളിന്റെ മുഴുവനായ സ്വഭാവത്തെയും ഈ ഡ്രഗ് നിയന്ത്രിക്കുകയാണ്. പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, ഫസ്റ്റ്ലി വി ടേക്സ് ദ ടോഡി ആൻഡ് ദെൻ ലേറ്റർ ദ ടോഡി ടേക്സ് അസ്. ആദ്യം മദ്യപാനി കള്ള് കുടിക്കുന്നു, കുറെ കഴിയുമ്പോൾ കള്ള് അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നു. ഇത് ഒരുവൻ ഏതിനോട് തോറ്റിരിക്കുന്നുവോ അതിനവൻ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പത്രോസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. പിശാചിനോട് തോറ്റവൻ പിശാചിന്റെ അടിമയാണ്, ഡ്രഗിനോട് തോറ്റവൻ അതിന്റെ അടിമയാണ്, സ്വഭാവ ദൂഷ്യങ്ങൾക്ക് വിധേയപ്പെട്ടവൻ അതിന്റെ അടിമയാണ്. ഇപ്പൊ വാസ്തവത്തില് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഇന്ന് ഈ കാലഘട്ടത്തിൽ സ്കൂളിലും കോളേജിലും വിടാൻ വലിയ പ്രയാസമാണ്. എന്താ കാരണം? നമുക്ക് ഈ കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വയ്യ. അപ്പൊ ഒരു പ്രാവശ്യം ഈ MDMA എടുത്താൽ 24 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഡോസ് എടുത്തേ മതിയാവൂ എന്നൊരു ടെൻഡൻസി ഈ എടുക്കുന്നയാളിനുണ്ടാവും. കാലാന്തരത്തിൽ എന്ത് സംഭവിക്കുന്നു? ആ നെക്സ്റ്റ് ഡോസിന് വേണ്ടിയുള്ള പരിശ്രമം അവൻ ചെയ്യുന്നു. അത് കഴിക്കുന്നില്ലെങ്കിൽ അവന്റെ മാനസിക നില ഒരു വിഭ്രാന്തിയിലേക്ക് പോകുന്നു. ഒരു വിഭ്രാന്തിയിലേക്ക് പോയിട്ട് സുബോധം നേരെ വിപരീതം തിരിഞ്ഞ മനുഷ്യനെ പോലെ അവൻ വീട്ടിലോ മാതാപിതാക്കളോടോ അവൻ ഏർപ്പെടുന്ന ആളുകളോ ഒക്കെ കയർക്കുകയും പ്രശ്നമുണ്ടാക്കുകയും പിന്നെ ഏത് കലാപത്തിനും കത്തിക്കുത്തിനും ഒക്കെ കാരണമായി തീരുകയും ചെയ്യുന്നു. ഒരു വല്ലാത്ത അപകടത്തിലേക്കാണ് നമ്മുടെ യുവ തലമുറ നടന്ന് അടുക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന്റെ പിറകിലുണ്ട്. അതെല്ലാം കൂടെ പറയാൻ ഈ പരിമിതമായ സമയത്ത് എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് അത്യാവശ്യമുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇന്നത്തെ കാലത്ത് ഞങ്ങളെ പോലെ ഈ 60+ ഉള്ള ആളുകൾ ജീവിച്ചു വന്ന ബാല്യകാല തലമുറ, ഞങ്ങളുടെയൊക്കെ തലമുറ, ആ തലമുറയിൽ മാതാപിതാക്കളെ സമ്പൂർണമായി അനുസരിക്കുന്നവരും തങ്ങളുടെ വിശ്വാസമനുസരിച്ച് അവിടെ നിൽക്കുന്ന ആരാധനാലയങ്ങൾ, അത് പള്ളികളിലാകട്ടെ, അമ്പലങ്ങളിലാകട്ടെ, അല്ല എവിടെയാകട്ടെ, അവിടെയൊക്കെ പോവുകയും ദൈവ സാന്നിധ്യത്തെ ഭയപ്പെടുകയും സൺഡേ സ്കൂളുകളും അതുപോലെ തന്നെ വെക്കേഷൻ ബൈബിൾ ട്രെയിനിങ്ങുകളും ഒക്കെ ബാല്യകാലത്ത് തന്നെ പഠിക്കുകയും ജീവിതത്തിന് വളരെ ബാല്യത്തിൽ തന്നെ ഒരു രൂപാന്തര അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള തലമുറയായിരുന്നു കഴിഞ്ഞ കാല തലമുറ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന് ജീവിച്ച ആ കാലഘട്ടത്തിൽ അന്ന് ഈ MDMA-യും ഒന്നും അവിടെ സുലഭമല്ല. കഞ്ചാവ് വലിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വിൽക്കുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അന്ന് സർവ്വസാധാരണയായി നാട്ടിൻപുറത്തുള്ള സാധനം കാജ ബീഡിയാണ്. അത് വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരൊക്കെ വലിക്കും.
ചില വീട്ടുകാരൊക്കെ വലിക്കുകയും പുരുഷന്മാരൊക്കെ വലിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സിഗരറ്റ് ഒരു കാലഘട്ടത്തിൽ പൊങ്ങച്ചതിന്റെ സാധനമായിരുന്നു. ഇതൊക്കെ പിന്നെ നാട്ടുചാരായമോ പിന്നെ മിലിറ്ററിയിൽ നിന്ന് വരുന്ന ആളുകൾ അവരുപയോഗിക്കുന്ന മദ്യമോ പിന്നെ നാടൻ കള്ളമൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തെ ലഹരി വസ്തുക്കൾ. അതൊക്കെ കഴിച്ചിട്ട് വഴക്കുണ്ടാക്കുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ സ്കൂളിൽ പോയി വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ നാട് നീളെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കൽ എന്റെ ഒരു സാക്ഷ്യത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ ബാല്യകാലത്തിലെ ഒരു അനുഭവം. അത് ഞാന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. എന്റെ അയൽവാസിയായ ഒരു യുവ സ്നേഹിതൻ ഒരു ബീഡി വലിച്ചിട്ട് അദ്ദേഹം അതിനകത്ത് 2 പുക ഞാൻ വലിക്കാൻ എന്നെ നിർബന്ധിച്ചു. 10ാം ക്ലാസ് വരെ എനിക്ക് 15 വയസ്സ് പ്രായമുണ്ട്. ഞാൻ അതിന് വിസമ്മതിച്ചു. എന്നാൽ അദ്ദേഹം എന്നെ വളരെ ബലാത്കാരേണ അദ്ദേഹം വലിച്ച ആ ബീഡിയുടെ കുറ്റി എന്റെ വായിൽ തള്ളിക്കയറ്റി എന്റെ തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് എന്നെയും കൊണ്ട് നിർബന്ധമായി അതിന് 2 പുക വലിപ്പിച്ചു. ആ പുക വലിച്ച ശേഷം ഏകദേശം ഒരാഴ്ചയോളം ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സൊരിക്കലും അംഗീകരിക്കാത്ത എനിക്ക് അസ്വീകാര്യമായിരിക്കുന്ന ഒരു ബീഡി വലി എന്ന് പറയുന്ന വിഷയത്തിന്റെ 2 പുക ഞാന് അത് ഇന്ത്യക്ക് ചെയ്തല്ലോ എന്നുള്ള ആഴമേറിയ കുറ്റബോധം എന്റെ ഹൃദയത്തെ ഭരിച്ചു നടന്നു. ഞാൻ ഒടുവിൽ വന്ന് ഗതികെട്ട് എന്റെ പിതാവിനോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് അച്ഛൻ എന്നെ ശാസിച്ചു. മേലാലിയായി ഈ പയ്യനുമായിട്ട് നീ കൂട്ടുകെട്ടിന് പോകുമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ആ കൂട്ടുകെട്ട് സ്റ്റോപ്പ് ചെയ്തു. ഏറിയ നാളുകൾ എന്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത വേദന പോലെ ഞാൻ മനസ്സോടെ ചെയ്ത അല്ലെങ്കിലും ആ തെറ്റെന്നെ എന്റെ മനസാക്ഷിയെ മതിച്ചുകൊണ്ടിരുന്നു. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പറയാം. ഞാൻ വളരെ ബാല്യത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവത്തിലായിരുന്നു. കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവത്തിലായതുകൊണ്ട് ബാല്യം മുതൽ ഏത് കാര്യം ചെയ്താലും ദൈവം എന്നുള്ള ചിന്ത എന്റെ മനസ്സിനെ എപ്പോഴും ഒന്നാമത് ഭരിച്ചിരുന്നു. അപ്പൊ ദൈവത്തിന്റെ കാര്യം പെട്ടെന്ന് എന്റെ മനസ്സിൽ വരും. ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ ദൈവചിന്ത ആദ്യം വരും. കൂട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ദൈവചിന്ത ആദ്യം വരും. പരീക്ഷയ്ക്ക് എഴുതാനിരിക്കുന്നതിന് മുമ്പ് ദൈവചിന്ത ആദ്യം വരും. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാനൊരു പ്രേരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിൽ വരും. അത് വളരെ ഉപകാരമായി ഭവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അതുകൊണ്ട് ഞാൻ പൊങ്ങച്ചമായി പറയുകയല്ല, പട്ടികപ്പെട്ട ഒരുവിധ പാപങ്ങളൊന്നും ചെയ്യാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് അവസരമുണ്ടായിട്ടില്ല. മദ്യമോ മയക്കുമരുന്നോ മദിരാക്ഷിയോ ഇങ്ങനെയുള്ള അനാസ്യാസ്യപരമായ യാതൊരു കാര്യങ്ങളും ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ രുചിച്ചു നോക്കാൻ പോലും നാളിതുവരെ എന്റെ ജീവിതത്തിൽ എനിക്കിടയായിട്ടില്ല. അത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും പൊങ്ങച്ച സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, നാട്ടുകാരുടെ പേടിസ്വപ്നമായിരുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും മദിരാക്ഷിക്കും അടിമയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് ഞാൻ ചിന്തിക്കും, അത്തരം സാക്ഷ്യങ്ങളൊന്നും പറഞ്ഞ് ജനത്തെ ഇളക്കാൻ കഴിയുന്ന ഒരു പൂർവ്വ പശ്ചാത്തലം എന്റെ ജീവിതത്തിന് എനിക്കില്ലോ എന്ന്. മറുഭാഗത്ത് ഞാൻ അതിൽ സന്തോഷിക്കുന്നു. കാരണം ഇതുപോലത്തെ വൃത്തികെട്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ എനിക്കിടയായല്ലോ. അതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയും. ഫാനി കോട്സ്ബി എന്ന് പറയുന്ന അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ജനിച്ച ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കണ്ണിൽ കണ്ണില് ഉണ്ടായിരുന്ന ഒരു വൈറൽ ഡിസീസിന് ഒരു നാട്ടുവൈദ്യനായിരുന്ന ഒരു സാഹിബ് കണ്ണിൽ പിഴിഞ്ഞൊഴിച്ച ഒരു പച്ചമരുന്ന് മുഖാന്തരമായി ജീവകാലം മുഴുവൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ദൈവഭക്തിയായിരുന്ന ഒരു അമേരിക്കൻ വനിതയായിരുന്നു ഫാനി കോട്സ്ബി. ഏതാണ്ട് 10,000-ഓളം ക്രിസ്തീയ ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ ലോകത്തിന് സംഭാവന ചെയ്ത അതിഭക്തയായിരുന്ന ആ ദൈവദാസിയെ ഒരിക്കല് അമേരിക്കയിലെ ഒരു ക്രിസ്തീയ സംഘടന ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ല, നിങ്ങളുടെ കണ്ണിന്ന് വരെയും കണ്ടിട്ടില്ല, മാനവരാശിയെ കണ്ടിട്ടില്ല, പ്രകൃതിയുടെ സൗന്ദര്യത്തെ കണ്ടിട്ടില്ല, യാതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല, അമേരിക്കൻ സ്റ്റേറ്റുകളുടെ ബ്യൂട്ടി കണ്ടിട്ടില്ല, ഇതിലൊക്കെ സങ്കടമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞെങ്ങനെയാണ്, എന്റെ ആയുസ്സിൽ ഇന്ന് വരെയും പുറം ലോകം എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ ഇതിന്റെയൊക്കെ ബ്യൂട്ടി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ നിത്യതയിൽ പുനരുത്ഥാനം ചെയ്ത് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ലോകത്തിലെ ഒരു മായാ പ്രപഞ്ചത്തിന്റെ യാതൊരു മാലിന്യങ്ങളും കണ്ടില്ലാത്ത ഞാൻ ആദ്യമായി ഞാൻ കാണാൻ പോകുന്നത് എന്നെ രക്ഷിച്ച എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശോഭയുള്ള മുഖമാണ്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ ഞാൻ അന്ധയായ ഈ
ഫാരി കോഷ്ബി എന്ന് പറഞ്ഞ ഞാനാണ് എന്ന് അവർ പറഞ്ഞ വാചകം എന്റെ ഹൃദയത്തെ വളരെ ഹൃദയാകർഷിക്കും. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് പറയാറുള്ളത്. അപ്പൊ എനിക്ക് ബാല്യം മുതലേ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വളരെ ബാല്യത്തിൽ സ്വീകരിപ്പാൻ അവസരം ലഭിച്ചതുകൊണ്ട്, ദൈവത്തെക്കുറിച്ചുള്ളൊരു നല്ല ഭയം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയതുകൊണ്ട്, ഇങ്ങനെയുള്ള യാതൊരു പരീക്ഷകളും നാളെ ഇതുവരെ കൃപയാൽ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ യുവതലമുറ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവതലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ദൈവമില്ല, ദൈവഭയമില്ല എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ നന്നാകാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു അവബോധം അവന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. ഞാൻ സംസാരിക്കുന്ന മതമല്ല. മതചിന്തകൾ കൊണ്ടോ മതമീമാംസകൾ കൊണ്ടോ മനുഷ്യന്റെ മനസ്സിന് സാരമായിരിക്കുന്ന പരിവർത്തനം വരുത്തുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാ മതങ്ങളും ഒരു നിലയിൽ അല്ലെങ്കിൽ വേറെ നിലയിൽ മതത്തിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്ന പല കൽപ്പനകളും ആചരണങ്ങളും അനുസരണങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുമുണ്ട്. അതൊന്നും ചെയ്യാത്തതുകൊണ്ടല്ല മനുഷ്യൻ നന്നാകാത്തത്. ഇവിടുത്തെ യാക്കോബുകാരും റോമൻ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും CSIക്കാരും CNIക്കാരും ഒക്കെ ഈ അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ തക്സയിലുള്ള ആരാധനാക്രമത്തിലുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും സാധാരണയായി ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരിൽ ആരെങ്കിലും ഒരാള് ഈ പറയപ്പെട്ട നിലയുള്ള ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാഞ്ഞതുകൊണ്ടല്ല ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ എല്ലാ സഭകളും അങ്ങനെയാണ്. അവരൊക്കെ അവരവരുടെ വിശ്വാസ പ്രമാണവും ഒക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രായം വരുമ്പോൾ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെട്ട് ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. അപ്പൊ അങ്ങനെ പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മനുഷ്യന്റെ ജീവിതത്തിന് അടിസ്ഥാനപരമായി ഒരു രൂപാന്തരം ഉണ്ടായിട്ട് ഒരു നല്ല ഫൗണ്ടേഷൻ ഒരു വളരെ ബാധ്യത തന്നെ ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകണം. എപ്പോൾ ഉണ്ടാകണം? ഈ സങ്കീർത്തന പുസ്തകത്തിൽ ഇസ്രായേലിന്റെ മധുരഗായകനും രാജാവുമായിരുന്ന ദാവീദ് പറയുകയാണ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പൊ വളരെ ബാല്യകാലത്ത് തന്നെ ദൈവത്തിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് പാപബോധം ഉള്ളൊരു ഹൃദയമുണ്ടായിട്ട് കർത്താവായ യേശുവിനായി ജീവിതം സമർപ്പിച്ച് ജീവിതത്തിന് രൂപാന്തരം പ്രാപിച്ച് ഒരു നല്ല അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിലിടുന്ന ഒരു യുവതലമുറയാണ് വഴിതെറ്റിപ്പോകാതെ തങ്ങളെ തന്നെ ദൈവിക വിശുദ്ധിയിലും കൃപയിലും സൂക്ഷിക്കുന്നത്. അങ്ങനെയുള്ള യുവതി യുവാക്കന്മാർ ലോകത്തിന്റെ ഏത് സ്ഥലത്ത് ഏത് സാഹചര്യത്തിലായിരുന്നാലും അവര് തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും തങ്ങളുടെ കാഴ്ചപ്പാടും സൂക്ഷിക്കും എന്നാണ് ദൈവനോട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദാവീദ് പറയാണ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശ്യവാക്യത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായത് ശലോമോൻ അതേ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവൻ നന്നാകുമെന്ന് ബോധ്യമുള്ള കാലം വരെ നീ എന്ത് ചെയ്യണം? മകനെ ശിക്ഷിക്കണം. അതേ ശലോമോൻ പറയുന്നു, വടിയെ സ്നേഹിക്കുന്നവൻ തന്റെ മകനെ പകയ്ക്കുന്നു. അതായത് മകനെ അടിക്കേണ്ട സമയത്ത്, അതായത് അവന് ബാലശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ബാലശിക്ഷ കൊടുക്കുന്നില്ല എന്നുള്ളത് വാസ്തവത്തിൽ അവൻ വഴിവെടിച്ചു പോകാൻ കാരണമായി തീരുന്നു. ഈ അടുത്ത കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ എഴുതിയിട്ടു, അധ്യാപകർക്ക് തങ്ങളുടെ വടി തിരിച്ചു കൊടുക്കുക, ആ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന്. 100% വടി കൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയെ ശരിപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എങ്കിലും ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ ഭയവും ബഹുമാനവുമായിരുന്നു. ക്ലാസ്സിൽ ടീച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളെ ഭയപ്പെടുന്നതിന് തുല്യമായ ഭയം ഗുരുക്കന്മാരോട് ഉണ്ടായിരുന്നു. അതിന്റെ അനുഗ്രഹവും ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ വരുന്ന ടീച്ചേഴ്സിനെ അപമാനിക്കുകയും കൂകി വിളിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്റെ കൂടെ പഠിച്ച ഒരു സഹപാഠി ഉണ്ടായിരുന്നു. ഒരു സാറാമ ടീച്ചർ, ഇപ്പോഴും ഫിസിക്സ് ടീച്ചറായിരുന്നു 10th. വളരെ പാവപ്പെട്ട ഒരു നല്ല ടീച്ചർ. അവരെപ്പോ വന്നു കഴിഞ്ഞാൽ ഈ പയ്യനെ അവരെ ആക്ഷേപിക്കുക, കൂകി വിളിക്കുക എന്നിങ്ങനെയൊക്കെ ചെയ്യും. കൊടുക്കുക. അവർ മനം നൊന്ന് ഒരു വാക്ക് പറഞ്ഞു, നിന്റെ ആയുസ് മുഴുവൻ ഇങ്ങനെ കൂകി വിളിച്ച് നീ നടക്കുകയുള്ളെന്ന്. ഒരു ടീച്ചറുടെ ഹൃദയം നൊന്ത് കഴിയുമ്പോൾ പറയുന്നതായിരിക്കും. എനിക്കറിയാം അവൻ അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു ഗതിയും പരഗതിയും ജീവിതത്തിൽ ഉണ്ടാകാതെ പോയി. അപ്പോൾ വാസ്തവത്തിലെ ദൈവത്തെ ഭയപ്പെടുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഗുരുബോധന്മാരെ ബഹുമാനിക്കുക, ഇത് മൂന്നും ഏറ്റവും വലിയ കാര്യങ്ങളാണ്.
അപ്പോൾ വാസ്തവത്തില് ഈ യുവതലമുറയ്ക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം, നമുക്കെല്ലാം മത പഠനശാലകളുണ്ട്. അവിടെ ഒരുപാട് ബൈബിളികമോ അല്ലെങ്കിൽ ഹൈന്ദവ്യമോ ആയ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ മനസ്സ് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ മതപഠനശാലയിൽ ചെയ്യുന്ന പഠനത്തിനപ്പുറത്ത് മനസ്സുണ്ടാകുന്ന ആത്യന്തികമായ പരിവർത്തനത്തിനായി യുവതലമുറയെ നമ്മൾ ഉദ്യോഗിപ്പിക്കണം. അവർ മതം മാറുകയല്ല, അത് പാപം തെറ്റാണ്. അതിനെ മതം മാറിയാൽ ആരും നന്നാകുകയില്ല. എന്നാൽ ഹൃദയത്തിന് ഒരു മാറ്റമുണ്ടാകണം. ഒരു നല്ല പ്രതിഷ്ഠാ ജീവിതം, നല്ല വിശുദ്ധ ജീവിതം സമൂഹത്തില് ഒരു യുവതിയെ കൊണ്ട് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന നന്മ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആഴമേറിയ അവബോധം ഈ കുഞ്ഞുങ്ങൾക്ക് ബാധ്യത നൽകണം. അപ്പൊ മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നം അവന് ദൈവമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത് തന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ്. ഇശായിക്ക് ഉണ്ടായിരുന്ന 7 മക്കളെയും ദൈവകൃപയിലാണ് ഇശായി വളർത്തിക്കൊണ്ട് വന്നത്. ബാല്യം മുതൽ ദൈവത്തോട് സഖിത്വമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവവും പ്രകൃതവും ദാവീദിനുണ്ടായി എന്നുള്ളത് ശ്രേഷ്ഠമാണ്. ഈ ശലോമോൻ പറയുന്നത് തന്നെയാണ്, ചില വീട്ടിൽ മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുകയില്ല. എന്ത് അവർ പറഞ്ഞാലും അവര് പറയുന്നതോടെ കേട്ട്, ഈ പരിഹാസം കൊണ്ട് കേട്ട് അവരോട് ചേർന്ന് ചിരിച്ചും അട്ടഹസിച്ചും കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഒരിക്കലും ശരിയാവുകയില്ല. മൂന്നാമത്തെ വിഷയം ഈ പണത്തിന്റെ അമിതമായിരിക്കുന്ന വരവാണ്. ഈ നമ്മുടെയൊക്കെ ബാല്യകാലത്ത് ഒരു രൂപ തികച്ച് കൈ കിട്ടാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഞാൻ താമസിച്ച വീടിന്റെ അവിടുന്ന് 4 കിലോമീറ്റർ നടന്നു വന്നിട്ട് പിന്നെ 10 പൈസ കൊടുത്താണ് അന്നത്തെ KCT, കേരള കോപ്പറേറ്റീവ് ട്രാൻസ്പോർട്ട് പറയുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ കയറി സ്കൂളിൽ പഠിക്കാറുണ്ട്. അതും എല്ലാ ദിവസവും ബസ്സിൽ പോകാൻ സാധിച്ചിട്ടില്ല. വളരെ താമസിച്ചിറങ്ങുന്ന സമയം ഉണ്ടെങ്കിൽ അന്ന് മാത്രമേ അങ്ങനെ പോകാൻ കഴിഞ്ഞുള്ളൂ. കാരണം ഞങ്ങൾ 6 മക്കളായിരുന്നു, കർഷകരായിരുന്നു മാതാപിതാക്കൾ. കാർഷിക വരുമാനം ഒഴികെ ലോകത്തിൽ യാതൊരു സാമ്പത്തിക പശ്ചാത്തലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും ഈ 10 പൈസ തരാൻ, 20 പൈസ തരാൻ എന്റെ പിതാവിന് മാർഗം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒട്ടുമുക്കാൽ ദിവസങ്ങളിലധികവും നടന്നാണ് പോയിട്ടുള്ളത്. ഞങ്ങൾ പറയും നടരാജൻ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് പറയും. വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഈ 10 പൈസ വിധ അപ്പ് ആൻഡ് ഡൗൺ കൊടുത്ത് ഞാൻ ഈ KCT കയറി വന്നിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, അന്ന് പണത്തിന് വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ആഹാരത്തിനും വളരെ ബുദ്ധിമുട്ടുണ്ടായി. പൊതിച്ചോറില്ലാതെ നിരവധി ദിവസങ്ങൾ ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കാൻ വീട്ടിൽ കൊണ്ടുവരാൻ മാർഗമില്ലാത്ത ഞാൻ സ്കൂളിന്റെ കെട്ടിടത്തിനകത്ത് വെളിയിറങ്ങി റോഡിൽ കെട്ടിടത്തിന്റെ അപ്പുറത്ത് പോയി മറഞ്ഞു നിൽക്കുമായിരുന്നു. കാരണം ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് എന്റെ സഹപാഠികളായ കുഞ്ഞുങ്ങൾ കാണരുത് എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ വളരെ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, സാമ്പത്തികമായി വളരെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. മാതാപിതാക്കൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി വേണ്ടുവോളം പണം ഉണ്ടാക്കി, പണം ഈ കുഞ്ഞുങ്ങളുടെ പേരിലും അക്കൗണ്ട് ഉണ്ടാക്കി അവർക്ക് അനായാസേന അവരുടെ ഏത് ആവശ്യങ്ങളും ചോദിച്ചാൽ അതിനൊക്കെ കൊടുക്കുകയും അവർക്ക് സർവ്വസാന്ദ്രമായി ഉപയോഗിക്കാനുള്ള ധനലഭ്യത അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനും ആപ്പിളിന്റെ ലേറ്റസ്റ്റ് ഫോണ്, ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും, പല വീടുകളിലും ഇന്റർനെറ്റും കമ്പ്യൂട്ടറും കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത് മാതാപിതാക്കള് അറിയാതെ അപ്സ്റ്റേറിലുമൊക്കെ അവരുടെ റൂമിലൊക്കെയാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്ന തെറ്റല്ല, തെറ്റായ ദിശയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. 2 കുഞ്ഞുങ്ങൾ ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരുമായി ഏർപ്പെടുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക് എന്റെ മനസ്സിലുണ്ട്. അതായത് ഒരു പയ്യനെ അവനെ ഈ കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് ഈ സെക്സ് സൈറ്റിൽ പോയിട്ട് ആ ഫോണോഗ്രാഫിയും അനുബന്ധമാകുന്ന സീനറിയും രഹസ്യമായി കാണുന്നവനായിരുന്നു. അപ്പൊ അവന് ഒരു ദിവസം ഞാനിങ്ങനെ അവനുമായി സംസാരിക്കുമ്പോൾ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞനുസരിച്ചാണ് ഇവനൊരു മ്ലാനവതനായി പലപ്പോഴും കാണുന്നു, പല കാര്യങ്ങളും ശുഷ്കാന്തിയില്ലാതെ കാണുന്നു. ഇവൻ എപ്പോഴും ഇങ്ങനെ മുകളിലത്തെ മുറിയിലാണ്. ബ്രദർ ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ സംസാരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ തന്നെത്താൻ അവന്റെ അവസ്ഥ എന്താണെന്ന് എന്നോട് കൺഫ്യൂസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞറിയാമോ, ഇങ്ങനെയുള്ള വളരെ ഗുരുതരമായ തെറ്റുകൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുവാൻ മാതാപിതാക്കൾക്കിടയാകണം. ആവശ്യങ്ങൾക്കല്ലാതെ അവർക്ക് അനായാസമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പണം അവർ കയ്യിലെത്തിയാൽ
യോഗ്യമല്ലാത്ത പല കാര്യങ്ങൾക്കും അവർ ചെലവഴിക്കാനായിട്ട് ഇടയായിത്തീരും. പണം സംബന്ധിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാക്കണം. മൂന്നാമത്, ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുമ്പോൾ അവരെ സൂക്ഷ്മമായി അവരുടെ ബാഗും അവരുടെ പുസ്തകങ്ങളും ഒക്കെ പരിശോധിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ഈ വീടുകളിൽ മാതാപിതാക്കൾ ഉണ്ടാകണം. ഇതിലൊക്കെ ഉപരിയായി മക്കളെ കൂട്ടിയിരുത്തി ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും ദൈവത്തെക്കുറിച്ചുള്ള ആലോചനകൾ അവർക്ക് നൽകിയും അവരോടൊത്ത് വേദപുസ്തകം വായിച്ചും പാട്ടുകൾ പാടിയും പ്രാർത്ഥിച്ചും അവരെ ദൈവവഴികൾ നടത്തുന്നതിൽ മാതാപിതാക്കൾക്ക് തന്നെ വലിയ ഒരു ഉത്തരവാദിത്വം കടമയുണ്ട്. വൈകിട്ട് 5:30 പിന്നെ നാട്ടിൻപുറം മുതൽ രാത്രി 10:30 തട്ടുംപുറം വരെയുള്ള സീരിയലുകൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയും കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കാതിരിക്കുകയും കുഞ്ഞുങ്ങൾ കൂടെ ഭക്ഷണമേശയിൽ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയുടെ മേശയ്ക്ക് ചുറ്റും ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ലാതിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം മക്കളുടെ ജീവിതം ആ നിലയിൽ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുപോലെ തന്നെ ശിക്ഷിക്കേണ്ട സമയത്ത് അവരെ ശിക്ഷിക്കണം, ശാസിക്കേണ്ട സമയത്ത് അവരെ ശാസിക്കണം. അതാണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ ചെയ്യണം. വരുംപരാളികൾ എന്താണെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് തന്നെയല്ല, മക്കൾ ഏത് തെറ്റ് ചെയ്താലും അത് മറയ്ക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. ഗുരുതരമായ തെറ്റുകൾ ചെയ്താലും ഇത് ഞങ്ങളുടെ മോൻ അങ്ങനെയല്ല, ഒക്കെ ചുമ്മാ പറയുന്നതാ എന്ന് പറഞ്ഞ് അതിനെ മറയ്ക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചെന്ന് പറയാനും പ്രയാസമാണ്. ഞാൻ 2 പ്രാവശ്യം സൂചിപ്പിച്ചാണ്. ഒരിക്കല് വളരെ സ്നേഹിക്കുന്ന ഒരു വീട്ടിലെ 2 പിള്ളേര് അവര് ഒരു വിശ്വാസിക്ക് യോഗ്യമല്ലാത്ത 1-2 കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഞാൻ കണ്ടു. ഞാനത് അവരുടെ പേരൻസിനെ ബോധ്യപ്പെടുത്തി. ഇന്നും ആ പിള്ളേര് മരണകരമാകുന്ന വിരോധമാണ് എന്നോട് വെച്ച് പുലർത്തുന്നത്. പക അവരുടെ ഹൃദയത്തില് അവർ വളരെയധികം സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. അവരെ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത്. എന്റെ പല നന്മകൾക്കും അവര് മുടക്കക്കാരായി ഭവിച്ചിട്ടുണ്ട്. എനിക്ക് അവരോട് യാതൊരു വിരോധമല്ല. കാരണം അറിയാമോ, അത് ദൈവം അവരോട് സംസാരിക്കട്ടെ. ഞാൻ അവരുടെ നന്മ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. ഇപ്പൊ പറഞ്ഞെന്നാ ചോദിച്ചു കഴിഞ്ഞാല്, ദൈവവചനം പറയുന്നു, പ്രത്യാശയുള്ളത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മള് വടിയെ സ്നേഹിക്കുന്നവൻ അവന്റെ മകനെ പകയ്ക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അവരെ ശിക്ഷണബോധത്തിലൂടെ അഭ്യസിപ്പിക്കും, നടത്തും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യങ്ങളിലുണ്ട്. പിന്നെ മാതാപിതാക്കൾ എല്ലാ നിലയിലും മക്കൾക്ക് മാതൃകയായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. എവിടെ മാതൃകയില്ലാത്ത മാതാപിതാക്കളുണ്ടോ അവിടെ വഴിതെറ്റിപ്പോകുന്ന മക്കളുണ്ട്. അപ്പൊ ചോദിക്കും, എത്രയോ ദൈവഭക്തന്മാരായി ജീവിച്ച മാതാപിതാക്കൾക്ക് വഴിപഴിച്ച സന്തതികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു മാതാവും പിതാവും നിലവിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു അച്ചായ ഇത് ചോദിച്ചപ്പോൾ അറിയാമോ, മകന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് ആ അപ്പൻ വാചാലനായി. അദ്ദേഹം വളരെ സങ്കടത്തോടെ ഏങ്ങലടിച്ചുകൊണ്ട് നെഞ്ചത്തെ കൈവച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മകൻ എനിക്ക് ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ സൗഭാഗ്യമായിരുന്നു, ഞാൻ സന്തോഷവാനായിരുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത് ഒരു സാമൂഹ്യ തിന്മയാണ്. ഒരിക്കൽ MDMA, മറ്റ് മയക്കുമരുന്നുകൾ, ഡ്രഗുകൾ, ഇതിന് ഒരുവൻ അത് വിധേയപ്പെട്ട രുചിച്ചു നോക്കിയാൽ 7 മണിക്കൂർ മുതൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഡ്രഗിന് അവൻ അടിമയായിത്തീരും. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥതയുള്ള സമാധാനമുള്ള ഒരു ജീവിതമോ ജീവിതാന്ത്യമോ അവനുണ്ടാകുകയില്ല. ബഹുമാനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറ് ആ മോട്ടിവേഷണൽ സ്പീച്ചിൽ പറഞ്ഞ വാചകം ഒടുവിലാദ്യം പറഞ്ഞ, ഇന്ന് വരെ ഈ മരിജുവാനയോ അതുപോലെ തന്നെ കഞ്ചാവോ അല്ലെങ്കിൽ MDMAയോ കഴിക്കുന്ന ഒരു മനുഷ്യനും ഭാഗ്യകരമായ ശാന്തമായ സമാധാനമുള്ള ഒരു അന്ത്യം ഉണ്ടായിട്ടില്ല. സമൂഹം അത് നമ്മെ കാണിച്ചു തരുന്നു. ഇപ്പൊ കഞ്ചാവ് വേട്ടയും MDMA വേട്ടയും പോലീസ് ദ്രുതഗതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കിലോ കണക്കിന് കഞ്ചാവുകൾ പിടിച്ചെടുക്കുന്നു, വിദ്യാർത്ഥികളിൽ പിടിച്ചെടുക്കുന്നു, അവർക്ക് സപ്ലൈ ചെയ്യുന്ന ആളുകളെ പിടിക്കട്ടെ, പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ. കേരള പോലീസ് ഇന്ത്യയിലുള്ള എല്ലാ പോലീസ് സംസ്ഥാനങ്ങളിലെ പോലീസിനേക്കാളും മികവും കഴിവും പ്രാപ്തിയുള്ളവരാണ്. രാഷ്ട്രീയ സ്വാധീനമോ അവർക്ക് പിറകിൽ ചണ്ടുവലിയോ ഇല്ലാതെ വന്നാൽ ഏത് കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ഏത് നിലയിലുള്ള ഇതുപോലുള്ള അനാശാസ്യമായ കാര്യങ്ങളെ പിടിച്ചെടുക്കാനും ബൗദ്ധികമായി വളരെ കഴിവുള്ള തന്റേടമുള്ള യോഗ്യന്മാരായ ഒരു സൈനിക വ്യൂഹമാണ് നമ്മുടെ പോലീസ് സേന എന്ന് പറയുന്നത്. അവരത് ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ കേസ് അന്വേഷിക്കാൻ അവരെ ഏൽപ്പിച്ചാൽ അന്വേഷിക്കാനും അതിന്റെ ഉറവിടം കണ്ടെത്താനും കുറ്റപത്രം തയ്യാറാക്കാനും കോടതി സബ്മിറ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ പോലീസ് സേന വളരെ മികവുറ്റ ട്രെയിനിങ് ഉള്ളവരാണ്. അവരെ കൊണ്ട് സാധിക്കും.
പക്ഷേ പോലീസ് ഈ കാര്യങ്ങൾ ഏൽക്കുന്നതിന് മുമ്പ് മക്കളുടെ സ്വഭാവ ശുദ്ധിയെ സംബന്ധിച്ച് മാതാപിതാക്കളാണ് ഇത് ചെയ്യേണ്ടത്. ഇനി മറ്റു വിഷയമുണ്ട്. ഇത് സമൂഹത്തെ മൊത്തമായി ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ മത ചിന്തയ്ക്കകത്തല്ല ഞാൻ ഈ പറയുന്നത്. ഇനി ഞാൻ നിൽക്കുന്ന സമൂഹത്തോട് ബന്ധപ്പെടുമ്പോൾ വിശ്വാസ സമൂഹം പറയും. അപ്പൊ വിശ്വാസ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളോട് ചോദിച്ചാൽ ഉണ്ട്. പല കേസുകൾ എനിക്ക് നേരിട്ടറിയാവുന്നുണ്ട്. അതായത് മദ്യത്തിനും അതുപോലെ ഡ്രഗിനും ഒക്കെ അടിമപ്പെട്ട 5-8 മാസം മുമ്പ് എന്നെ ഒരാള് ഈ ടെലിഫോണിൽ വിളിച്ചു. അവരുടെ പേരുന്ന ആളൊന്നും ഞാൻ പറയില്ല, അത് പറയുന്നത് ശരിയല്ല. അപ്പൊ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു, ഒരു ചെറുപ്പക്കാരൻ. ഇത് പറയുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തോന്നിയാഭാസം കാണിച്ചിട്ടുള്ള ആമ്പിള്ളാരോ അവരുടെ മാതാപിതാക്കളോ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഉന്നം വെച്ച് പറഞ്ഞു എന്ന് പറയും. ഞാൻ അവരെ ആരെയും ഉന്നം വെച്ചല്ല, എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്. അപ്പൊ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആത്മീയ സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് വളരെ സങ്കടത്തോടെ വിളിച്ചിട്ട് കാര്യം ഞാൻ ഈ വിവാഹമോചനം ഈ വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസുകൾ തുടർച്ചയായി എടുക്കുമ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. അപ്പൊ അത് പറഞ്ഞു, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ രാത്രിയിൽ തന്നെ ഈ പയ്യൻ ഡ്രഗിന് അടിമയാണെന്ന് ഈ പെൺകുട്ടിക്ക് ബോധ്യമായി. ഇങ്ങനെ ഒരു ദിവസം പോലും സ്വസ്ഥമായി കഴിയാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ള കേസുകൾ എന്ത് ചെയ്യുമെന്ന് അറിയാനാ എന്നെ വിളിച്ചത്. ഒരു വിശ്വാസ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സംഭവം. ഇങ്ങനെ നിരവധി കേസുകൾ ആത്മീയ ലോകത്തൊക്കെ ഉണ്ട്. പലർക്കും അറിയാമേ, പലരും മറച്ചു വയ്ക്കും. ചില പേരൻസും തങ്ങളുടെ മക്കൾ ഇങ്ങനെയുള്ള എല്ലാ അയോഗ്യതകൾ ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞാലും വിവാഹം കഴിച്ചാൽ നന്നാകും എന്ന് വെച്ച് നിരപരാധികളായ പെൺപിള്ളാരെ കൊണ്ട് കെട്ടിച്ച് ആ പെൺകുട്ടികളുടെ ജീവൻ കൊണ്ട് നശിപ്പിച്ചു കളയുന്ന മാതാപിതാക്കളും നാശയോഗ്യന്മാരായ യുവക്കന്മാരുമുണ്ട്. പെൺപിള്ളാരും ചില മോശക്കാരല്ല, ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ വയ്യ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ മോട്ടിവേഷൻ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞ വാചകം, നാളെ ഇതുവരെ ഈ പറയപ്പെട്ട മയക്കുമരുന്നോ MDMA പോലുള്ള രാസപദാർത്ഥങ്ങളോ കഴിച്ചിട്ടുള്ള ഒരു മനുഷ്യനും സമാധാനപരമായ ഒരന്ത്യം ഉണ്ടായിട്ടില്ല. അവരെ കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരു നന്മ ഉണ്ടായിട്ടില്ല. അവരെ കൊണ്ട് സമൂഹത്തിന് ഒരു അനുഗ്രഹം ഉണ്ടായിട്ടില്ല. അവരെ കൊണ്ട് സൊസൈറ്റിക്ക് യാതൊരു ഗുണവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ഇതുപോലെയുള്ള വഴിപിഴച്ച ജീവിത സ്വഭാവങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു യുവതലമുറയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിന്റെ കാലം നോഹയുടെ കാലം പോലെയാകും. അങ്ങനെ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ വഷളത്വം അത്യന്തം പെരുകി എന്നാണ്. അപ്പോൾ ഞാൻ മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് അനുദപിക്കുന്നു എന്ന് ദൈവം തന്നെ പറയത്തക്ക നിലയിൽ മനുഷ്യന്റെ പാപവും വഷളത്വവും അത്രമാത്രം പൊന്തിയ ഒരു കാലഘട്ടത്തിലാണ് നോഹ ജീവിച്ചിരുന്നത്. സൃഷ്ടി മുതൽ 2000 വർഷം വരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ഈ നോഹയിക ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കാലമായപ്പോൾ സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞു, ഐ റിഗ്രറ്റ് ദാറ്റ് ഐ ക്രിയേറ്റഡ് മാൻ. മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ അനുദപിക്കേണ്ടി വരുന്നു എന്ന് ഈ ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ദൈവം ഭൂമിയെ പ്രളയത്താൽ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അത് ഒരു ദൈവദാസൻ, ബിക്കോസ് ഓഫ് ദി നെഫാരിയസ്നെസ് ഓഫ് ദി പീപ്പിൾ who were living on the earth, that God proposed to destroy the whole creation. സകല സൃഷ്ടിയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു, ആലോചിച്ചു എന്നാണ്. ദൈവം നശിപ്പിക്കുകയും ചെയ്തു. നോഹയും കുടുംബം മാത്രമാണ് രക്ഷപ്പെട്ടത്. ഞാനൊരു കാര്യം പറയാം, ഡ്രഗോ കഞ്ചാവോ മയക്കുമരുന്നോ ഈ പറയപ്പെട്ട MDMA ഒക്കെ ഒരു പക്ഷെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകൾ പിന്നീട് പറഞ്ഞിട്ടുള്ളതായി ഞാൻ വായിച്ചു കേട്ടിട്ടുള്ള അനുഭവം, ഇതൊക്കെ എടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ ചില മണിക്കൂറുകൾ അന്തരീക്ഷത്തിൽ കൂടി പറന്നു പോകുന്ന പോലുള്ള അനുഭൂതിയിലേക്ക് ഈ മനുഷ്യ മനസ്സിനെ ഈ മാരക രാസപദാർത്ഥങ്ങൾ ആഴ്ത്തിക്കളയും. അപ്പൊ ഇതാണ് സുഖാനുഭൂതി, ഇതാണ് സ്വർഗം, ഇതാണ് വാസ്തവത്തിൽ ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കും. ഒടുവിൽ എന്ത് ചെയ്യും? നാശത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് ഈ യുവാക്കന്മാരെയും യുവതിമാരെയും ഇത് വലിച്ചെറിയും. നല്ലൊരു വിവാഹ ജീവിതം നടക്കുകയില്ല, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകുകയില്ല, സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ സാധിക്കത്തില്ല, മാതാപിതാക്കൾക്ക് അവർ അനുഗ്രഹമായി തീരുകയില്ല, സമൂഹത്തെ അവർ ബിൽഡ് ചെയ്യുകയില്ല, പിന്നെ സൊസൈറ്റിക്ക് അവരെന്നും തലവേദനയായിരിക്കും. ഒടുക്കം പോലീസിനും ഒരു തലവേദനയായി വരും. അത്ര മാത്രം വഴിപഴിച്ച വംശാവലിയായി അത് മാറ്റപ്പെടും. അതുകൊണ്ട് എല്ലാ നിലയിലും നമ്മൾ വളരെ അടിസ്ഥാനപരമായി ഒരു സാമൂഹിക ബോധവൽക്കരണം നമ്മുടെ യുവതലമുറയ്ക്ക് നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല സ്ഥലങ്ങളിൽ പരസ്യ യോഗങ്ങളിലായിരുന്നു. മിക്കവാറും എല്ലാ സ്ഥലത്തും
ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന സബ്ജക്റ്റ് ഈ ഡ്രഗ് ആയതുകൊണ്ട് ഡ്രഗിനെ സംബന്ധിച്ചൊരു ബോധവൽക്കരണം നൽകിയ ശേഷമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ ഇടയായിട്ടുള്ളത്. എനിക്ക് പ്രത്യേകമായ ഒരു അനുഭൂതി ഉണ്ടായി. പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഒന്നും രണ്ടും സ്ഥലം മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ഈ സുവിശേഷ വിരോധികളുടെ മർമറിങ്ങും അല്പം രസകരമല്ലാത്ത ഡീലിങ്ങും ഒക്കെ ഉണ്ടായി. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ബുക്ക്ലെറ്റ് വാങ്ങിക്കുക, ട്രാക്ട് വാങ്ങിക്കുക, ആദ്യം മുതല് സംസാരിക്കുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ പൊതുജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സമൂഹം വല്ലാത്തൊരു പാതയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നാളെയുടെ നാളുകൾ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മക്കൾ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്രയും ഭയാനകമായ ജീവിത സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ദൈവസന്നിധിയിൽ ഇതേക്കുറിച്ച് സൂക്ഷ്മമായിരിക്കുന്ന ഒരു അവലോകനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. വളരെ അപകടമായ ഒരു പ്രതിസന്ധിയിലേക്ക് നാം നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാമൂഹ്യ തിന്മയെ അടിസ്ഥാനപരമായ ജീവിതങ്ങൾ തുടച്ചു മാറ്റണം. എങ്ങനെ തുടച്ചു മാറ്റാൻ സാധിക്കും? ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ മനുഷ്യ ഹൃദയത്തിന് നല്ല ഒരു രൂപാന്തരം ഉണ്ടാകണം. ആ രൂപാന്തരം ഉണ്ടാകുന്നത് ചെയ്യണം? മനുഷ്യന്റെ പാപ അവസ്ഥയെക്കുറിച്ച് അടിസ്ഥാനപരമാകുന്ന ഒരു അവബോധം യുവാക്കന്മാരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. മനുഷ്യൻ പാപിയാണ്. പാപമാണ് മനുഷ്യനെ കൊണ്ട് ഈ പറയപ്പെട്ട എല്ലാ തിന്മയും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. റോമാലേഖന 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നു. ആ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ അധിവസിക്കുന്ന പാപമത്രേ എന്നെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ ജഡത്തിൽ എന്ന് വെച്ചാൽ എന്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ചെയ്യുന്നു, ശരീരം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും ആത്മാവ് കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്നു. അയ്യോ, ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. ലോകത്തിലെ ഒരു ശാസ്ത്രത്തിനും ഒരു വിദ്യാഭ്യാസത്തിനും അടിസ്ഥാനപരമായ മനുഷ്യരുടെ പാപ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുന്നില്ല. ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ക്യാരക്ടർ ക്യാൻ ബി ഡൺ only by the touching hand of the Savior, the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളുടെ സ്നേഹസ്പർശനത്തിന് മാത്രമേ മനുഷ്യന്റെ സ്വഭാവത്തിന് ആത്യന്തികമായ രൂപാന്തരീകരണം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ബാല്യത്തിൽ ദൈവത്തെ അറിയുക. അതിനാണ് ഞാൻ എന്റെ ബാല്യകാല ജീവിതത്തെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പരിശുദ്ധനാണെന്ന് പറയാനല്ല. ബാല്യത്തിൽ തന്നെ കർത്താവായ യേശുവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. റോമർ 10:9 ഏറ്റു പറഞ്ഞ് ബാലസംഘത്തിലോ IMF-ലോ ഒക്കെ രക്ഷിക്കപ്പെട്ട കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അവിടെ രക്ഷയൊക്കെ നടക്കുന്നുണ്ടാവും. ഞാന് വ്യക്തിപരമായി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടയാളാണ്. അത് എന്റെ ഹൃദയത്തിലെ ഇന്നലെ രാത്രി സംഭവിച്ച പോലെ ആ മധുരസ്മരണ എന്റെ ഓർമ്മയുടെ സ്മൃതിപടലത്തിൽ ഇങ്ങനെ താങ്ങി നിൽക്കുന്നു. അതെന്റെ ആ രക്ഷയുടെ സന്തോഷം ഇന്നും എന്നെ നിലനിർത്തുന്നു. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരുപാട് അടിച്ചമർത്തലുകളും ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും അന്നും ഇന്നും ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പുറം ലോകത്തുള്ള ശത്രുക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ മാനസിക ദണ്ഡനം അനുഭവിച്ചിട്ടുള്ളതും ഇന്നും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ നിൽക്കുന്ന ആത്മീക സമൂഹത്തിൽ തന്നെയാണ്. അസൂയാലുക്കളായ സുവിശേഷകന്മാരുടെ രഹസ്യമായിരിക്കുന്ന ഉപദ്രവങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് തങ്ങൾക്കില്ലാത്ത എന്തോ എന്റെ ഇളയവന്റെ പ്രസന്റേഷൻ ഉണ്ടെന്ന് കണ്ടിട്ട് എന്നോട് വളരെ അസൂയുള്ള ഒരു പറ്റം ആളുകൾ. പിന്നെ ഒരു വിധത്തിലും പ്രോഗ്രസ് ചെയ്ത് ഇവൻ മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അങ്ങനെ മാനസികമായി ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുകയും വളരെ കിംവദന്തികൾ പറയുകയും ഉപദ്രവിക്കുകയും വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലും ഇത്രയും സന്തോഷം എന്റെ മുഖത്ത് ഉണ്ടാകാൻ കാരണം എന്തറിയാമോ? എനിക്ക് എന്റെ രക്ഷകനായി എന്നിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത്, പട്ടികയിൽപ്പെട്ട പാപങ്ങൾ, അതായത് കൽപ്പനയിൽ പറയപ്പെടുന്ന പാപങ്ങൾ, ഒരുമാതിരിപ്പെട്ട ഒരു പാപവും ചെയ്യാൻ എന്റെ ജീവിതത്തിൽ എനിക്കിടയായിട്ടില്ല. പിന്നെ അല്പസ്വല്പം എന്തെങ്കിലുമൊക്കെ അതിശയോക്തിയോ മാനുഷികമായ ബലഹീനതയോ ഒക്കെ സംഭവിക്കുന്നുള്ളതല്ലാതെ ഗുരുതരമായ ഒരു തെറ്റും ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടില്ല. എന്താ കാരണം അറിയാമോ? വളരെ ബാല്യത്തിലെ ഹൃദയം യേശുക്രിസ്തുവിനായി സമർപ്പിച്ചു. യേശുക്രിസ്തുവിനായി ഹൃദയം സമർപ്പിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ നിയമരക്തം എന്റെ പാപങ്ങളെ പോക്കി എന്നുള്ള വലിയ ആശ്വാസം എന്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചൊരു ദൈവപേരാണെന്നുള്ള വലിയ ഉൾവിളി എന്റെ അന്തരാത്മാവിൽ എനിക്ക് ലഭിച്ചു. ആ വലിയ അവബോധം എപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ കയറിക്കൊണ്ട് നടന്നു. വളരെ ബാല്യത്തിൽ തന്നെ വേദപുസ്തകം നന്നായി വായിക്കാനും അത് ചിന്തിക്കാനും ആവർത്തിച്ച് വായിക്കാനും പഠിക്കാനും
വേദവചനങ്ങളെ ഹൃദയസ്ഥമാക്കുവാനും എന്റെ ഹൃദയത്തിൽ എനിക്കിടയായി. ദാവീദ് രാജാവ് തന്നെ പറഞ്ഞൊരു വാചകം, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ബീഡിക്കുറ്റി എന്നെ കൊണ്ട് ഒരുവൻ നിർബന്ധിച്ച് വലിപ്പിച്ചതിന്റെ കുറ്റബോധം ഏതാണ്ട് 2-3 മാസം എന്റെ ഹൃദയത്തെ വല്ലാതെ ദണ്ഡിപ്പിച്ചും വലച്ചും കൊണ്ടിരുന്നു. എന്താ കാരണം? ദൈവത്തിന്റെ വചനം എന്റെ ഹൃദയത്തിൽ വസിച്ചത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്നോട് നിരന്തരമായി പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ അന്ന് ദൈവസ്ഥനിൽ പ്രതിജ്ഞ ചെയ്തു, എന്റെ മനുഷ്യായുസിന്റെ ഒരു നാളിലും ദൈവം വെറുക്കുന്ന ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ ചെയ്യുകയില്ല. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ ഈ 65 വയസ്സുവരെയും ഈ വക യാതൊരു കൊള്ളതായ്മകളും ചെയ്യുവാനോ അങ്ങനെയുള്ള സംഘത്തോട് ചേരുവാനോ അങ്ങനെയുള്ള മാലിന്യങ്ങൾ അകപ്പെടുവാനോ എന്നെ തന്നെ മലിനപ്പെടുത്താനോ ഇടയാകുന്ന ദൈവത്തിന്റെ കൃപയും തന്റെ വചനവും ഈ ബലഹീനായ എന്നെ സൂക്ഷിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എത്രയും ധൈര്യത്തോട് പറയാൻ സാധിക്കും. മദ്യപാനത്തെക്കുറിച്ചോ മയക്കുമരുന്നിനെക്കുറിച്ചോ മൂക്കിപ്പൊടിയെക്കുറിച്ചോ MDMA കുറിച്ചോ കഞ്ചാവിനെക്കുറിച്ചോ മരിജുവാനെക്കുറിച്ചോ ചാരായത്തെക്കുറിച്ചോ ഇതര മദ്യങ്ങളെ സംബന്ധിച്ചോ അതിന്റെ പാനീയങ്ങളെ സംബന്ധിച്ചോ സധൈര്യം പറയുന്നതിന് എന്റെ മനസാക്ഷിയിൽ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഇതൊന്നും എന്റെ ജീവിതത്തെ ഇന്നുവരെയും കൃപയാൽ ബാധിച്ചിട്ടില്ല. ഞാനൊരു വിശേഷപ്പെട്ട പുരുഷനായതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് വേറെ വ്യത്യസ്തമായൊരു മണ്ഡലത്തിൽ പോയി താമസിക്കുന്നതുകൊണ്ട് ഞാൻ വ്യത്യസ്തമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്ന അതേ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്റെ ബാല്യം മുതൽ അനാവശ്യമായ യാതൊരു കൂട്ടുകെട്ടും എനിക്കുണ്ടായിട്ടില്ല. ഇന്ന് ഞാൻ ആത്മീയ ലോകത്ത് ഓൾമോസ്റ്റ് ഒറ്റപ്പെട്ട ഒരു സ്വഭാവക്കാരനാണ്. എന്നറിയാമോ? ഈ കാര്യം ഓരോരുത്തർക്കും അവരോരോ സ്വഭാവത്തോട് ബന്ധപ്പെട്ടുകൂടെ ചോദിക്കാൻ കഴിയുള്ളൂ. കളക്ഷൻ ഏജന്റുകളായി നടക്കുന്ന ഉപദേശിമാരുണ്ട്. ഞാൻ അവരുടെ സംഘത്തിൽ ചേരാറില്ല. കാര്യം അതെന്റെ ആത്മാഭിമാനത്തിൽ യോജിച്ചല്ല. ഞാൻ അത് ചെയ്യാറുമില്ല. പിന്നെ നുണ പറയുന്ന ആൾക്കാരുണ്ട്. നുണ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നുണയന്മാരുടെ സംഘത്തിൽ ചേരാറില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എനിക്ക് എന്റേതായൊരു നിലവാരം ദൈവം ബാല്യം മുതൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലവാരം സൂക്ഷിച്ച് ദൈവകൃപയിൽ ഇന്നയോളം ഞാൻ കഴിയുന്നു. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും കൊള്ളാവുന്നതിനായി നിൽക്കണം എന്നുള്ളതാണ് എന്റെ ആപ്തവാക്യം. അപ്പൊ ഈ ഒറ്റപ്പെട്ടു പോയാലും ദൈവത്തോടുകൂടെ കർത്താവിന്റെ പാളയത്തിൽ നിൽക്കണം എന്നുള്ളതാണ്. പിന്നെ ആരാലും ഉപേക്ഷിക്കപ്പെട്ടാലും ദൈവവചനത്തോടും ദൈവത്തിന്റെ ദൈവിക പദ്ധതിയോടും വിശ്വസ്തത പുലർത്തി ജീവിക്കണം എന്നാണ് ഞാൻ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലൊരു വലിയ ധനവാനായി ജീവിച്ചാലും ഒടുങ്ങി പോകുമ്പോൾ ഒരു ശവപ്പെട്ടിയെ കിട്ടുകയുള്ളൂ. ഈ ശവപ്പെട്ടി മണ്ണിൽ ദ്രവിക്കുന്ന വില കുറഞ്ഞ തടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ അതിന്റെ പുറമേ കാണിക്കുന്ന അലങ്കാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് വലിയ വില കൂടിയൊരു സാധനമാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയല്ല. മരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയകളും വൈറസുകളും ഈ ശരീരത്തെ ദ്രവത്വത്തിലേക്ക് നയിക്കാനായിട്ട് തുടങ്ങും. അതിലൂടെ ഈ ശരീരം നാറ്റം വെച്ചു തുടങ്ങും. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് 7 ദിവസത്തിനുള്ളിൽ ശരീരത്തിലെ തലമുടിയും ചർമ്മത്തിലുള്ള രോമകൂപങ്ങളും കൊഴിഞ്ഞു വീഴും. 7 ദിവസം കഴിയുമ്പോൾ ഈ ചർമ്മം മാംസത്തിൽ നിന്ന് വേർപെടും. മാംസം 14 ദിവസത്തിനുള്ളിൽ മാംസം മുഴുവനായും അസ്ഥിയിൽ നിന്ന് വേർപെടും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ഒരു പൾപ്പായി മാത്രം ശവപ്പെട്ടിയിൽ ഇത് കിടക്കും. അത് കഴിയുമ്പോൾ 6 മാസം മുതൽ 1 വർഷം കൊണ്ട് നിശേഷം ഈ ശരീരം മണ്ണിൽ ലയിച്ചമരും. ഒരു ഓർത്തോപെഡിക്സ് റിമൈൻസ് മാത്രം, അതായത് അസ്ഥിഭഞ്ജനങ്ങളുടെ ശേഷിപ്പ് മാത്രം അവശേഷിക്കും. 40 മുതൽ 60 വർഷം കൊണ്ട് അതിന്റെ തരി പോലും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അവിടെ സംസ്കരിച്ച സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അവിടെ ചെന്ന് വാന്തി നോക്കിയാൽ ഒന്നും കാണുകയില്ല. അത് മണ്ണോട് ഇഴിച്ചേരും. പ്രിയമുള്ളവരെ, നമുക്കൊരു ജീവിതമുണ്ട്. മനുഷ്യന് ഒരു ജീവിതമുണ്ട്. ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്. അത് നിത്യതയാണ്. നിത്യതയുടെ വാല്യൂ വെച്ചാണ് മനുഷ്യൻ ഈ ഭൂമി ജീവിക്കേണ്ടത്. 70 അല്ലെങ്കിൽ ഏറിയാൽ 80 വർഷം. അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അനന്തകാലം നിത്യതയിൽ നാം എങ്ങനെ വസിക്കും എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ദൈവത്തിന്റെ വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവഭയമുള്ളവരായി നാം ജീവിക്കേണ്ടത്. കർത്താവിന്റെ വചനം പറയുന്നു, മനുഷ്യൻ മരിച്ച് ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വിശ്വാസികളായ ദൈവമക്കൾ, അതായത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവിനോട് ഒരു വാസമുണ്ട്. രക്ഷിക്കപ്പെടാത്തവർക്ക് പിശാചിനോട് നരകാഗ്നിയിൽ വാസമുണ്ട്. രണ്ടും വ്യത്യസ്ത അന്തങ്ങളിലാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് വരുവാനുള്ള നിത്യതയുടെ വെളിച്ചത്തിൽ വേണം ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം അവർ കെട്ടിപ്പടുക്കുക. അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് നിസ്സാര പ്രവൃത്തിക്കും ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടതായി വരും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ശദ്രക്ക്, മേശയ്ക്ക്, അബേദ്നെഗോവും മുതലായ എബ്രായ ബാലന്മാർ ബാബേൽ സംസ്ഥാനത്തിൽ ബാബേൽ രാജാവിന്റെ അധികാരത്തിന്റെ സീമയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്ന സമയത്തും തങ്ങളുടെ ശരീരാത്മതകളെ ദൈവിക വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ അവർ തങ്ങളെ തന്നെ പ്രതിജ്ഞാബദ്ധരായിരുന്നു
എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു. ദാനിയേൽ എന്ന് പറയുന്ന പ്രവാചകനും അങ്ങനെ തന്നെയായിരുന്നു. ദാനിയേലും ചന്ദ്രക്കും മേശയ്ക്കും അവേദനവും ജീവിച്ച കാലഘട്ടം. വിഗ്രഹാരാധനയുടെ ഏറ്റവും ഭയാനകമായ അന്തരീക്ഷമുള്ള ബാബേൽ സംസ്ഥാനത്താണ് വേറിട്ടൊരു ജീവിതം നയിക്കുവാൻ അവർ തയ്യാറായതും കർത്താവിനോടുള്ള സാക്ഷ്യം മുറുകെ പിടിച്ചതും. ഈ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നാശത്തിലേക്ക് പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറകൾ ഇന്നത്തെ ഈ മയക്കുമരുന്നുകൾക്കും MDMAക്കും ഒക്കെ അടിമപ്പെട്ടു പോകാൻ, കൈവിടപ്പെട്ടു പോകാൻ അവസരമുണ്ടായി കഴിഞ്ഞാൽ അവരെ ഒരിക്കലും മടക്കിക്കൊണ്ടുവരുവാൻ കഴിയാത്ത ഇതുപോലെയുള്ള മാസ്മരികതയുടെ മായാ വലയത്തിലേക്ക് അവർ വലിച്ചെടുക്കപ്പെടുകയും ഈ പ്രപഞ്ച സീമയിൽ അപ്പുറത്തുള്ള ബ്ലാക്ക് ഹോളിന്റെ സമീപം വഴി ഏത് ഒബ്ജക്റ്റ് കടന്നു പോയാലും ആ ബ്ലാക്ക് ഹോൾ അതിനെ അങ്ങ് അബ്സോർബ് ചെയ്യുന്നതാണ് ഈ ആസ്ട്രോണറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്, അപ്പൊ സയന്റിസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അത്രമാത്രം ആകർഷക ശക്തിയാകാനുള്ളത്. ഈ ബ്ലാക്ക് ഹോളിലേക്ക് വലിയ ഭീമൻ നക്ഷത്രങ്ങളും മറ്റും അകപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങിക്കളയാം, പിന്നെ അത് എങ്ങോട്ട് പോകുന്ന അറിയാൻ വയ്യ. അതുപോലെയാണ് മദ്യവും മയക്കുമരുന്നും മാസ്മരികത നൽകുന്ന ഈ രാസവസ്തുക്കളും യുവതലമുറയെ വേട്ടയാടി അതിഭയാനകമായിരിക്കുന്ന നഷ്ടത്തിന്റെ മായാ പ്രപഞ്ചത്തിലേക്ക് അവരെ വശീകരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗം ഹൃദയവും ജീവിതവും ദൈവത്തിനായി സമർപ്പിച്ച് പാപത്തെക്കുറിച്ച് ആഴമേറിയ അവബോധമുണ്ടായി ദൈവത്തിന് ജീവിതം സമർപ്പിക്കുക. ദൈവമില്ല എന്നുള്ളതാണ് തലമുറകളുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഒരു പ്രശസ്തനായിരുന്ന സയന്റിസ്റ്റ് ഇപ്രകാരം പറഞ്ഞു, ദ ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ദാറ്റ് മാൻ ഫേസസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ഹിസ് ഹാർട്ട്. മനുഷ്യൻ ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന വലിയ പ്രയാസം അവന്റെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. ആൻഡ് ദ പ്രോബ്ലം ഓഫ് ദ ഹാർട്ട് ഈസ് സിൻ. ഹൃദയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. വെൻ ദ സിൻ പ്രോബ്ലം ഈസ് മെറ്റ് വിത്ത്, ദ പ്രോബ്ലം ഓഫ് ദ ഹാർട്ട് ഈസ് മെറ്റ് വിത്ത്. പാപ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തി കഴിയുമ്പോൾ ഹൃദയത്തിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തി കഴിയും. അതോടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ഏത് മനുഷ്യന്റെയും ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഫില്ല് ചെയ്യാൻ കഴിയാത്ത ഒരു ശൂന്യത തലം കെട്ടി നിൽപ്പുണ്ട്. ആ ശൂന്യത, there is a vacuum in the heart of every people which can be filled only by the Almighty God, the Creator. സൃഷ്ടാവായ ദൈവത്തെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യത ഏത് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട്. ആ ശൂന്യതയെ കഞ്ചാവ് കൊണ്ടും കള്ളുകൊണ്ടും മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മദിരാക്ഷി കൊണ്ടും MDMA കൊണ്ടും നികത്താൻ ശ്രമിക്കുന്ന ശ്രമമാണ് ഈ യുവതലമുറ വഴിതെറ്റി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. ദൈവത്തെ കൊണ്ട് മാത്രമേ നിറയ്ക്കാൻ കഴിയുള്ളൂ. ആ ശൂന്യത ദൈവത്തെ കൊണ്ട് നിറച്ചു കഴിയുമ്പോൾ സാക്ഷാൽ സംതൃപ്തിയുള്ള ഒരു ജീവിതം മനുഷ്യൻ ലഭിക്കും. അതോടുകൂടി പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവസ്ഥൻ ദാവീദ് പറഞ്ഞ പോലെ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കപ്പെടുകയും ഏത് പാപത്തിന്റെ മാസ്മരികമായ വലയത്തിലേക്ക് മറ്റൊരുവൻ നമ്മെ മാടി വിളിച്ചാലും നാം അതിൽ വശംബദരാകാതെ അതിലേക്ക് ഇറങ്ങിപ്പോകാതെ നമ്മെ തന്നെ ദൈവകൃപയെ സൂക്ഷിപ്പാൻ നമുക്ക് ഇടയായിത്തീരുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം മനുഷ്യന്റെ സകല പാപവും പോക്കി അവരെ ശുദ്ധീകരിക്കുന്നു. ഇന്നത്തേക്ക് മാത്രമല്ല, ഇപ്പോൾ യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് പാപത്തിന് പരിഹാരമുണ്ടായി ഒരു മനോപരിവർത്തനം ഉണ്ടാകുന്ന ഏത് വ്യക്തിക്കും ശിഷ്ടമുള്ള ആയുസ്സും പാപലോകത്തിൽ പാപത്തിൽ അകപ്പെടാതെ ജീവിക്കാൻ തങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ ദൈവകൃപ അങ്ങനെയുള്ളവരെ സഹായിക്കും. ദൈവം ഈ ചിന്തകൾ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മരിജ്വനെയും കഞ്ചാവും MDMAയും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സംതൃപ്തി നൽകിയില്ല. അത് മനുഷ്യജീവിതത്തെ നാശത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോവുകയുള്ളൂ. ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ആരും സുഖകരമായൊരു മരണം അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കത്തുമില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ശാന്തി, സംതൃപ്തി, സമാധാനം, നിത്യജീവൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.